ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 6ാമത്തെ ടൈലറിംഗ് ക്ലാസ് ഇവിടെ തുടങ്ങുകയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. എന്ത് കമൻറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കണം. കാരണം നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് മൂലം മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. കമൻറ്റുകൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ എടുക്കുന്നത് പെറ്റിക്കോട്ടാണ്. നമ്മൾ പേപ്പർ പാറ്റേൺ കഴിഞ്ഞ ദിവസം ചെയ്തതല്ലേ. അപ്പം പേപ്പർ പാറ്റേൺ ചെയ്ത മെഷർമെൻറ്റുകളും അതുപോലെ തന്നെ മെഷർമെൻറ്റ് എടുക്കുന്ന രീതികളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കട്ട് ചെയ്യുന്നത് മെഷർമെൻറ്റ് എന്തെങ്കിലും എടുക്കുന്ന സംശയം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അത് ടൈലറിങ് അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ടുകളും നിങ്ങൾക്കുള്ള അഭിപ്രായമൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് തുണിയിൽ കട്ട് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം പേപ്പർ പാറ്റേൺ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത് ഐഡിയ വന്നിട്ടുണ്ട്. ബോഡി പാർട്ടും അതുപോലെ തന്നെ സ്കേർട്ടും സെപ്പറേറ്റ് കട്ട് ചെയ്ത് എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടതും കട്ട് ചെയ്യേണ്ടതെന്നും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പെറ്റിക്കോട്ടിന് വേണ്ടിയുള്ള ഈ ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു മീഡിയം അളവിലുള്ള ഒരു പെറ്റിക്കോട്ട് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 ഇഞ്ച് ലെന്തിലുള്ള ഒരു തുണി മതിയാവും. 10 ഇഞ്ച് ലെന്തിൽ ഒരു തുണി എടുക്കുക. 10 ഇഞ്ച് 9.5 10 എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ലെവൽ അനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ലെവൽ ചെയ്ത് കൊടുത്തില്ലേ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് ലെവൽ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ തുണീനെ ഇതുപോലുള്ളൊരു പീസാണിത് കണ്ടോ. ഇതുപോലെ ഉള്ളൊരു വലിയ പീസാണ്. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് എങ്ങനെയാണോ പേപ്പർ ഫോൾഡ് ചെയ്ത് അതേപോലെ തന്നെ നമ്മളിതിനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഇടണം കണ്ടോ. അപ്പോൾ 20 ഇഞ്ച് വീതിയിലുള്ള ഒരു വണ്ണത്തിൽ 20 ഇഞ്ച് വണ്ണമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ചെസ്റ്റ് അളവ് 20 ഇഞ്ചും ഇവിടെ ഷേപ്പ് വന്നിട്ട് ഒരു 18 17 16 ഒക്കെയുള്ള കുട്ടിയാണെങ്കിൽ കൂടെ നമുക്ക് ഇത്രയും അളവ് ഇതിനകത്ത് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ആദ്യം നോക്കണം. നമുക്ക് 20 എന്ന് പറയുമ്പം I4 20 അല്ലേ. 20 1 ഇഞ്ച് കൂടെ കൂടുതലിടുക, ഇച്ചിരി ലൂസ് വേണമെങ്കിൽ. അപ്പം 20.4 ഇട്ടിട്ടുണ്ട് ഞാൻ. ഇവിടെ 1-1.5 ഇഞ്ച് വേണമെങ്കിൽ മാർജിൻ ഇടുക. അതിനുശേഷം ഇതിൻ്റെ ലെന്ത് നമ്മൾ നോക്കിയായിരുന്നല്ലോ. അപ്പോൾ ലെന്ത് നോക്കി ഇനി കഴുത്തിൻ്റെ അകലം 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോൾഡ് വരണം. ഫോൾഡിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം റെഡി ഷോൾഡർ നമുക്ക് 2.5 ഇഞ്ച് വേണമെങ്കിൽ ഒരു 3-3.25 നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഇനി 2 ഇഞ്ച് മതിയെങ്കിൽ 2.25 എടുത്താലും മതിയാവും. ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ കൈക്കുഴി എത്ര വേണം, ഒരു ആവറേജ് കുട്ടികൾക്കൊക്കെ 4-5 ഇഞ്ച് കൈക്കുഴി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 4.25 എടുത്തിട്ടുണ്ട്. 4.25 5 എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് സ്ക്വയർ ആകൃതിയിൽ ഒരു മാർക്ക് കൊടുക്കണം. അതിനുശേഷം ഇവിടെ 1.5 ഇഞ്ചോ 1 ഇഞ്ച് വീതി വരത്തക്ക രീതിയിൽ ആം ഹോള് വരച്ച് കൊടുക്കുക കണ്ടോ. അപ്പോൾ നമ്മുടെ 20 ഇഞ്ചല്ലേ നമ്മൾ പറഞ്ഞത്. 20 ഇഞ്ചാകുമ്പോൾ ഇവിടെ ഒരു മാർക്ക് കൊടുത്തു, ഇവിടെ ഒരു മാർക്ക് കൊടുത്തു. ഇനി ഇവിടുന്ന് 18 ഇഞ്ചാകുമ്പം ഇവിടുന്ന് 4.5 4.25 ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. 4.25 4.5 ഇവിടെ ഒരു മാർക്ക് കൊടുത്തു. ഇപ്പോൾ ഇത്രയും മാർക്കിംഗ് ആണ് ഇതിന് പെറ്റിക്കോട്ടിന് ബോഡി പാർട്ടിലുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് എടുക്കേണ്ടത്. ആദ്യം നമ്മൾ
ഒരു 20 ഇഞ്ച് ലെന്തുള്ള ഒരു കുട്ടിക്കാണ്, ചെസ്റ്റും 20 ഉള്ള ഒരു കുട്ടിക്കാണ് നമ്മൾ തയ്ക്കുന്നതെന്ന് ചിന്തിക്കുക. അതിന് എടുക്കേണ്ട ബോഡിയുടെ അളവാണ് 10 ഇഞ്ച്. അതിനുശേഷം 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഫോൾഡ് ഇവിടെ വരത്തക്ക രീതിയിൽ വേണം, 4 ഫോൾഡായിട്ട് വേണം തുണി ഇടാൻ. അത് ഫസ്റ്റ് ശ്രദ്ധിക്കണം. 4 ഫോൾഡായിട്ട് നമ്മൾ, അപ്പോഴേ നമുക്ക് ഫ്രണ്ടും ബാക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നെക്ക് എടുക്കുക. നെക്കിന് വേണ്ടി 2 ഇഞ്ച്. പിന്നെ ഇവിടെ ഷോൾഡർ റെഡി എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിനെ നമ്മുടെ ഷോൾഡറിനേക്കാളും റെഡി വേണ്ടതിനേക്കാൾ ഒരു 3/4 ഇഞ്ച് കൂട്ടിയിട്ട് 2 2.25, 3 റെഡി വേണേൽ 3 3.25 ഇടുക. അങ്ങനെ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. അതിനുശേഷം കൈക്കുഴിക്ക് വേണ്ടിയിട്ട് എത്ര ഇടണം? ഇവിടെ ഒരു 4.5 5 ഇട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം 1.5 ഇഞ്ചിൽ ഇവിടുന്ന് ഷേപ്പ് വരച്ച് കൊടുക്കുക. 20 ഇഞ്ച് വണ്ണമുള്ള കുട്ടിക്കാവുമ്പോൾ നമുക്കൊരു 5 5.25 ഇട്ടാൽ മതിയാവും. ഫോൾഡിങ്ങിൽ 4 ഫോൾഡ് വരുമ്പോഴത്തേക്കും എത്രയായി? 4 20 ആയിട്ടുണ്ട് അല്ലേ? 20 ഇവിടെ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തു, 2 മാർക്ക്. അതുപോലെ തന്നെ ഇവിടെ ഷേപ്പിന് വേണ്ടിയിട്ട് വേസ്റ്റ് ഉണ്ടല്ലോ, ഷേപ്പിൻ്റെ ഭാഗത്ത്, വേസ്റ്റിൻ്റെ മേലെ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 18.5 എടുക്കുക. അതിനിവിടെ 1.5 ഇഞ്ചും മാർക്ക് ചെയ്യുക. അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ. അതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇവിടെ കഴുത്ത് നമ്മൾ അകലെ എത്ര എടുക്കേണ്ടതെന്നൊന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ബാക്ക് ഒരു 1.5 2 ഇഞ്ച് മാർക്ക് മതിയാവും. ഫ്രണ്ട് ആകുമ്പോൾ 4 4.5 എടുക്കാം. ഞാനിവിടെ 4 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയിൽ ഇവിടെ ഒന്ന് ചെറിയ മാർക്ക് കൊടുക്കുക. ഇവിടെ അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പ്. ബെറ്റിക്കോട്ടിനൊക്കെ എപ്പോഴും റൗണ്ട് ഷേപ്പാണ് കൂടുതൽ എടുക്കാറ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാർക്ക് കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരിക. കണ്ടോ? ഇവിടെ വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ച് നമ്മൾക്ക് ഇങ്ങനെ ചെരിച്ച് വരയ്ക്കാം കേട്ടോ. ഇനി വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പെറ്റിക്കോട്ട് ആയതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ബാക്കാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. എല്ലാത്തിനും കട്ട് ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് ആദ്യം കട്ട് ചെയ്യുക. അതിന് ശേഷം വേണം ഇവിടെ കണ്ടോ, ഫ്രണ്ട് എടുത്ത് മാറ്റിയ ശേഷം വേണം ഫ്രണ്ടിൻ്റെ നെക്ക് ഇവിടെ കട്ട് ചെയ്യാനായിട്ട്. ഫ്രണ്ടിൻ്റെ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കൈക്കുഴി ഒരു കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് എടുക്കാം. പെറ്റിക്കോട്ട് ആയതുകൊണ്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ വേണ്ടവർക്ക് എടുക്കാം, അത് കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മുടെ ബോഡി പാർട്ട് ഫ്രണ്ട് ഇത്, ബാക്ക് ഇതാണ്. ഇനി ഇതിനെ നല്ല വശം ചേർത്തിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ കൈക്കുഴി ചെറുതായിട്ട് മടക്കി അടിച്ച് കഴുത്തും ചെറുതായിട്ട് മടക്കി അടിക്കുക. അതിനുശേഷം ഒരു സൈഡ് അടിച്ച ശേഷം ഇവിടുന്ന് ഒരു സ്റ്റിച്ചിട്ട് ഇവിടെ ക്ലോസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ സ്കേർട്ടിലോട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് സ്കേർട്ട് നമ്മൾ അതേപോലെ തന്നെ വലിയൊരു പീസ് എടുക്കുക. ഇതിൻ്റെ ത്രിബിൾ വേണം, ബോഡി പീസിൻ്റെ ത്രിബിൾ വേണം ഞൊറിയിട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ പീസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ പീസ് ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഒരു 9.5 10 ഇഞ്ച് ഇറക്കം വരത്തക്ക രീതിയിൽ അതിനെ നമ്മളൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഉണ്ട് ഈ പീസ് മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൈഡ് അടിച്ച പീസിനോട് ചേർത്തിട്ട് അതിന് നമ്മൾ ജോയിൻ്റ് ചെയ്ത് ഫ്രില്ലിട്ട് കൊടുക്കണം. ചെറിയ ചെറിയ ഫ്രില്ലിട്ടിട്ട് ഈ ബോഡി പാർട്ടിനോട് ചേർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒരു സൈഡ് അടിച്ച ശേഷം ഫ്രില്ലിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പ്ലീറ്റ് ഇടുമ്പോൾ എല്ലാം ഒരേപോലെ ഒരേ സൈഡിലോട്ട് വിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലാണ് നമ്മൾ സ്റ്റിച്ചിങ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ കട്ടിങ് ഇന്നിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പേപ്പർ പാറ്റേണിൽ 2-3 വട്ടം ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. ചെയ്ത് നോക്കിയിട്ടുള്ളവർ തുണിയെടുത്ത് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് വീഡിയോ വീണ്ടും ഇട്ട് കണ്ടിട്ട് കട്ട് ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അത് പുതിയ നമ്മുടെ ഈ ഫാമിലി ഫ്രണ്ട്സ് അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പം ബാംഗ്ലൂരിൽ നമ്മൾ ഇത് ഹോളി ഫാമിലി ചർച്ച് നിയർ ആയിട്ട് വരും. ബാംഗ്ലൂരിലാണ് നമ്മൾ ഷോപ്പുള്ളത് കേട്ടോ. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.